ഇന്നൊരു ഫുൾ ഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി കാണിക്കുന്നുണ്ട്. അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും കാണിക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വിശേഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ഫുൾ ഡേ ആണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. രാവിലെ കുറച്ച് വെളിച്ചം വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യായിരുന്നു. നിസ്കാരം മുതലൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് വീഡിയോ എഡിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പുറത്തിറങ്ങിയതാട്ടോ. അപ്പോൾ സൂര്യനെ ഉദിച്ച് തുടങ്ങണേ ഉള്ളൂ. ഈ ഒരു സമയത്ത് രാവിലെ നല്ല ഒരു തണുപ്പും കാറ്റും, ഇപ്പോൾ ഈ ഡിസംബർ ആയതുകൊണ്ട് പ്രത്യേകിച്ചും നല്ല ഒരു വെതറാണ് കേട്ടോ രാവിലെ നേരത്തെ. അപ്പോൾ ഞാനിങ്ങനെ ഗേറ്റൊക്കെ തുറക്കാൻ വന്നതാണ്. ഗേറ്റ് തുറന്ന് ന്യൂസ് പേപ്പറൊക്കെ എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഈ കാറ്റിൻ്റെ ആ ഒരു സുഖം കൊണ്ട് അവിടെ അങ്ങനെ കുറച്ച് സമയം ഞാൻ നിന്നു. പിന്നെ വീടിൻ്റെ മുറ്റം ഒന്ന് വട്ടം കറങ്ങും കേട്ടോ. അപ്പോൾ മുറ്റത്ത് കുറേ സമയം നിന്നിട്ടാണ് ഞാൻ പിന്നെ അടുക്കളയിലേക്കൊക്കെ പോണത് കേട്ടോ. അടുക്കളയിൽ പോയ പൂച്ച അവിടെ ആദ്യമേ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും. കണ്ടില്ലേ, പാൽ കൊടുക്കാൻ ഇന്ന് കുറച്ച് വൈകി. ഞാൻ കിച്ചണിലേക്ക് വരാനും കുറച്ച് വൈകിയതുകൊണ്ട് കുറേ ബഹളം വെച്ചിരുന്നു. ഞാൻ കേട്ടിരുന്നു ഒരു കരച്ചിലൊക്കെ. പിന്നെ ഇനി എന്തായാലും വന്നു കഴിഞ്ഞാൽ പിന്നെ ഇനി അടുക്കളയിൽ കുറേ സമയം നമുക്ക് പണി ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ കുറച്ച് സമയം മുറ്റത്തൊക്കെ നിന്നിട്ട് പതുക്കെ ഇങ്ങനെ വന്നതാണ്. അപ്പോൾ അവർക്കും പാൽ കൊടുത്തു. ഞാനും എനിക്കുള്ളതും ഞാൻ അവിടെ തന്നെ ഇരുന്ന് കുടിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ അപ്പമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ ആ പണി കഴിച്ചേക്കാമെന്ന് വിചാരിച്ച്. ഇത് ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും ചേർക്കാത്ത അപ്പമാണ് കേട്ടോ. ഞാൻ സാധാരണ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കാറുള്ളത്. പച്ചരിയും കുറച്ച് ചോറും പിന്നെ പുളിച്ച ദോശമാവ് ഉണ്ടാവില്ല, അതും ഒരു 2-3 സ്പൂൺ അതും ഒഴിച്ചിട്ട് അരച്ചെടുക്കും. അങ്ങനെയാണ് ഞാൻ അപ്പം ഉണ്ടാക്കുക കേട്ടോ. അപ്പോൾ അത് അടച്ച് വെക്കാത്തത് അപ്പം കണ്ണ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അപ്പോൾ കണ്ണൊക്കെ തുറന്നു കഴിഞ്ഞപ്പോൾ അടച്ച് വെച്ചു. അപ്പോൾ അപ്പം റെഡി ആയിട്ടുണ്ട്. അതേപോലെ ഞാൻ കുട്ടികളൊക്കെ ചെറുതാവുന്ന സമയത്ത് ഞാൻ അവർക്ക് ഇങ്ങനെ ഫ്ലവറിൻ്റെ ഷേപ്പിൽ അപ്പം ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. അപ്പോൾ എനിക്കതിങ്ങനെ ഓർമ്മ വന്നപ്പോൾ ഞാനങ്ങനെ 1-2 അപ്പം അതേപോലെ ഉണ്ടാക്കി. ഇപ്പോൾ കുട്ടികളൊക്കെ മിസ് ചെയ്യണ്. അപ്പോൾ ആരും ഇപ്പോൾ എൻ്റെ അടുത്തില്ല. അപ്പം ഇതേപോലെ അപ്പം ഞാൻ ഉണ്ടാക്കി കൊടുക്കലുണ്ടായിരുന്നു അവർക്ക്. ഇത് എളുപ്പമാണ്. കുറച്ച് മാവ് ഒഴിച്ചിട്ട് ഒരു പ്ലസ്സും ഒരു ഇൻറ്റും ഇടുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് വരും. അപ്പോൾ എന്തായാലും കുക്കിങ്ങിലും മാത്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അപ്പത്തിൻ്റെ കൂടെ കടലക്കറി ആയിരുന്നു. ഞാനിപ്പോൾ അതൊന്നും കാണിക്കുന്നില്ല കേട്ടോ, അതൊക്കെ എപ്പോഴും കാണിച്ചിട്ടുള്ളതല്ലേ മുമ്പ്. അപ്പോൾ അപ്പം ചുട്ട് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. എനിക്ക് കുറച്ച് ഇഞ്ചീൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചി തീർന്നും പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പറമ്പിൽ ഇഞ്ചി ഉണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് പറിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. സാധാരണ ഇഞ്ചി വെച്ച സ്ഥലത്ത് പെരിച്ചാഴിയൊന്നും വരില്ല എന്ന് പറയും. ഇത് കണ്ടില്ലേ, പെരിച്ചാഴിൻ്റെ ആ ഒരു ഹോളാണ്. എത്ര അടച്ചാലും പിന്നെയും അത് വരും. ഞാൻ ഡെയിലി ഇതിങ്ങനെ മണ്ണിട്ട് മൂടും, പിന്നെയും വരും. അപ്പോൾ ഞാനൊരു വീഡിയോയിൽ കണ്ടിരുന്നു മുളക് ഇട്ട് കഴിഞ്ഞാൽ വരില്ല എന്ന്. അപ്പോൾ ഞാൻ കുറച്ച് ഉണക്കമുളകൊക്കെ ആ മാളത്തിലിട്ടിട്ട് അടച്ചു വെച്ചപ്പോൾ കുറേ നാൾ വന്നിരുന്നില്ല. പിന്നെ ഇതാ ഇപ്പോൾ വീണ്ടും തുറന്നിട്ടുണ്ട്. പിന്നെ മുളക് പൊടി ഇട്ട് നോക്കണം. എന്തായാലും ഇഞ്ചി ആ സൈഡിൽ വെച്ചത് മൊത്തം ഇങ്ങനെ ഈ പെരിച്ചാഴി മണ്ണിട്ടിട്ട് ഒക്കെ നാശമായിപ്പോയി. അപ്പോൾ കിട്ടണത് വലിക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഇഞ്ചി പറിക്കാൻ നിൽക്കുക കേട്ടോ. നമ്മുടെ വീട്ടിൽ കുറച്ചെങ്കിലും സ്ഥലം ഉണ്ടെങ്കിൽ ഇതുപോലുള്ള ഇഞ്ചി, പച്ചമുളക്, തക്കാളി അങ്ങനെയുള്ള കുറച്ചൊക്കെ പച്ചക്കറികളൊക്കെ നമ്മൾ വെക്കാൻ നോക്കണം. ഇഞ്ചിയൊക്കെ അതുപോലെ പെട്ടെന്ന് തീർന്നു പോയാലും നമ്മൾ ഇനിയിപ്പോൾ ഷോപ്പിലേക്ക് ചിലപ്പോൾ ചെറിയൊരു പീസേ വേണ്ടിയുള്ളൂ. അപ്പോൾ അതിന് ഓടണ്ടല്ലോ. അപ്പോൾ ഇഞ്ചിയൊക്കെ പറിച്ച് കഴിഞ്ഞു. അവിടെ വെയിലൊക്കെ വന്നുകൊണ്ട് ഞാൻ ആ പണി നിർത്തിയിട്ടോ. കുറച്ച് പറിച്ചെടുത്ത് ബാക്കി ഇനി ആവശ്യമുള്ളപ്പോൾ എടുക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ ഒന്ന് നന്നായി ഒന്ന് കഴുകി എടുക്കണം. അങ്ങനെ മണ്ണാണ്. ഞാൻ നന്നായി കഴുകിയിട്ടുണ്ട്. എൻ്റെ മേലെ കൂടെ കുറച്ചും കൂടെ അങ്ങനെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇനി ഒരു ന്യൂസ് പേപ്പറിൽ അതൊന്ന് ഉണക്കാൻ വെക്കണം. അപ്പോൾ ഏതായാലും കയ്യിൽ ഗ്ലൗസ് ഇട്ടതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് കാന്താരിയും കൂടെ പറിക്കാൻ വിചാരിച്ചു. അപ്പോൾ ഈ പാത്രം ഉണ്ടല്ലോ, ഈ പാത്രം ഞാൻ പേപ്പർ അരച്ചിട്ടുണ്ടാക്കിയ ഒരു പാത്രമാണ്. കുറേ മുമ്പ് അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ചിരുന്നു. ആദ്യമൊക്കെ ക്രാഫ്റ്റ് വീഡിയോ ഇടുന്ന സമയത്ത്. ഇത്ര വർഷമായിട്ടും അത് കേട് വന്നിട്ടില്ല കേട്ടോ. അത് കേട് വരില്ല, അങ്ങനത്തെ പാത്രമാണ്. അപ്പോൾ കാന്താരിയൊക്കെ കുറേയൊക്കെ ഇങ്ങനെ പഴുത്ത് പോയിട്ടുണ്ട്. നമ്മുടെ പറമ്പിൽ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് കുറച്ച് ചെടികളുണ്ട്. അപ്പോൾ അതിന്നൊക്കെ പറിക്കുകയാണ്. അപ്പോൾ ഈ ചെടി എന്താ പറയുക, ഇതൊരു ചീര കേട്ടോ. ഇതിലൊരു കുഞ്ഞി കായ ഉണ്ടാവും, അത് നമുക്ക് കഴിക്കാം. ഇത് ഞാൻ ഏതൊക്കെയോ വീഡിയോയിൽ മുമ്പ് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിഷ്ടമാണത്. മാനത്തക്കാളി എന്ന് പറയും. അതാണിത്. ഇതൊക്കെ ഇപ്പോൾ എൻ്റെ വായിലേക്ക് തന്നെ പോകണം കേട്ടോ. ഈ കിളികളൊക്കെ വന്ന് തിന്നാറുണ്ട് അത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ വന്ന് അങ്ങനെ പറിച്ചു എന്ന് മാത്രം. അപ്പോൾ പറമ്പിലുള്ള കാന്താരി ചെടികളിലൊക്കെ നോക്കുമ്പോൾ എല്ലാം വിത്തായിട്ടുണ്ട്. കുറച്ചാണ് കിട്ടിയുള്ളൂ. കിട്ടിയത് ഇങ്ങനെ പറിച്ചു. ഞാൻ അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പോൾ ഒരു എപ്പിസോഡിൽ ഞാൻ കാണിക്കാം കേട്ടോ അതിൻ്റെ അച്ചാർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. കാന്താരി ആണെങ്കിൽ അത്ര മതി. പിന്നെ ഇതാ ഇഞ്ചി ഞാൻ അവിടെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്.
അപ്പോഴേക്കും പറമ്പിൽ ഇതാ ഒരാൾ വന്നിട്ടുണ്ട്. ആദ്യമൊക്കെ നമ്മുടെ വീട്ടിൽ നിറയെ മയിലുകൾ വരുമായിരുന്നു, പച്ചക്കറി ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ കുറേ കാലമായിട്ടില്ല. ഇപ്പോൾ ഒരു ചെറിയ കുട്ടി വന്നിട്ടുണ്ട്, വന്ന് കൂടിയിട്ടുണ്ട് എന്ന് പറയാം. പിന്നെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളും കുളിയും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ കിച്ചണിലേക്ക് പോകുന്നത്. കാരണം നമ്മൾ ഇന്ന് പറഞ്ഞ മഷ്റൂം ബിരിയാണി ഉണ്ടാക്കി കാണിക്കുന്നല്ലോ. അപ്പം മഷ്റൂം വാങ്ങിച്ചിട്ട് 2-3 ദിവസമായി. അപ്പോൾ അത് ഇനി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ അത് പിന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് മഷ്റൂം റൈസ് ആക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ പറമ്പിൽ നിന്ന് പറിച്ച ഇഞ്ചി ഒരു കഷ്ണം, കുറച്ച് വെളുത്തുള്ളിയും ഒരു പച്ചമുളകും, അതേപോലെ ഇത് റെഡ് ചില്ലി പേസ്റ്റാണ്, അതും ഒരു 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതില്ലാത്തവർ ഉണക്കമുളക് ചുടുവെള്ളത്തിൽ കുതിർത്തിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി. പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയില ഉണ്ടെങ്കിൽ അതും കൂടെ ഇടണം കേട്ടോ. ഇവിടെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല. വെള്ളം ഒഴിച്ചിട്ട് അരച്ചിട്ട് മാറ്റി വെക്കാം. ഞാൻ പിന്നെ 1 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1.5 സവാള 1.5 തക്കാളി എടുത്തിട്ടുണ്ട്. മഷ്റൂം ഒരു 200 ഗ്രാമാണ് ഉള്ളത് കേട്ടോ. ആ ഒരു പാക്കറ്റ് ഫുള്ളും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളത് അരച്ച് ആ ഒരു പേസ്റ്റ് മാറ്റി വെക്കാം. പിന്നെ റൈസ് കുതിർത്ത് വെക്കണം, കഴുകിയിട്ട് 1/2 മണിക്കൂർ കേട്ടോ. അപ്പോൾ 1/2 മണിക്കൂറായിട്ടുണ്ട്. അപ്പോൾ ഞാനത് വേവിക്കാൻ ഇടുകയാണ്. കുറച്ച് ഉപ്പും ഓയിലും ഒഴിച്ചിട്ടുണ്ട് വെള്ളത്തിൽ. അതവിടെ കടന്ന് വേവട്ടെ. അപ്പോൾ നമുക്ക് അതിൻ്റെ ആ മസാല ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം 2 ടീസ്പൂൺ, ഏകദേശം 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു 3 ഗ്രാമ്പു, 3 ഏലക്ക, ഒരു കഷ്ണം പട്ട, ഒരു 4-5 കുരുമുളകും, ഒരു ബേ ലീഫും, ഇത്രയും ഇട്ടിട്ട് ഒന്ന് വഴറ്റാം. അപ്പോൾ ആ മസാലേൻ്റെയൊക്കെ ഒരു നല്ല മൂത്ത മണം വരുമ്പോൾ നമുക്ക് സവാള നീളത്തിൽ മുറിച്ചത് ഇട്ടൊന്ന് വഴറ്റാം. ഫ്ലെയിം ഒത്തിരി ഒന്ന് കൂട്ടി വെച്ചിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് ബിരിയാണി എന്നൊക്കെ പേരാണെങ്കിൽ കൂടെ ബിരിയാണീൻ്റെ അത്ര പണിയൊന്നുമില്ല കേട്ടോ, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു ലൈറ്റ് ബ്രൗൺ കളറാവുന്ന സമയത്ത് നമ്മളതിലേക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് പിന്നെ കുറേ സമയത്ത് വഴറ്റണ്ട. അതിന് പകരം നമ്മളൊന്ന് അടച്ച് വെച്ചാൽ മതി. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആവിയിൽ ആ തക്കാളി ഒന്ന് സോഫ്റ്റായിട്ട് വരും. അപ്പോൾ നമുക്ക് കുറേ സമയത്ത് ഇളക്കേണ്ട ആവശ്യമില്ല, തക്കാളി സോഫ്റ്റായി വരും കേട്ടോ. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടുക. അതിൽ നമ്മൾ റൈസിലും ഉപ്പിട്ടിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഉള്ളി തക്കാളി ആ മസാലയ്ക്ക് വേണ്ടിയുള്ള മാത്രം ഉപ്പിട്ടാൽ മതി കേട്ടോ. ഇപ്പോൾ ചോറ് അവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാനത് വെള്ളം വാലാൻ വേണ്ടിയിട്ട് ഒരു നെറ്റിൽ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതൊക്കെ ഇല്ലേ, പച്ചമുളക്, അതും ചേർത്ത് ഒന്ന് വഴറ്റുക. ഞാൻ അതിൻ്റെ ഒരു പച്ചമണക്കം ഒന്ന് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിന് ശേഷം അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ഇടാം. മല്ലിപ്പൊടി ഇട്ടിട്ട് നന്നായി വഴറ്റും. അപ്പോൾ എല്ലാം വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം നന്നായി കഴുകിയിട്ട് ഒത്തിരി നല്ല തിന്നായിട്ടല്ല, ഒത്തിരി കട്ടിയിലാണ് മുറിച്ചിട്ടുള്ളത് കേട്ടോ. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് മല്ലിയില ഇടാം. പുതിന ഉണ്ടെങ്കിൽ അത് എന്തായാലും ഇടണം കേട്ടോ. എന്നിട്ടൊന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് പിന്നെ അത് വെള്ളമൊന്നും ഒഴിക്കേണ്ട, അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. അപ്പോൾ അതൊന്ന് വേവണ വരെ വെയിറ്റ് ചെയ്യുക. ഇടയ്ക്കൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ടേസ്റ്റ് നോക്കിയപ്പോൾ എരിവ് കുറച്ച് കുറവായിരുന്നു. അപ്പോൾ ഞാൻ ചില്ലി പേസ്റ്റ് കുറച്ചും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ 1 ടീസ്പൂൺ ചില്ലി പേസ്റ്റ് ഇടണം കേട്ടോ. അത് ഓരോ മുളകിൻ്റെ എരിവിനനുസരിച്ചിരിക്കും. പിന്നെ കുറച്ച് കുരുമുളക് പൊടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഇട്ടിട്ടില്ല. ഇനിയിപ്പോൾ ഇത് മസാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പിന്നെ ഈ വേവിച്ച റൈസില്ലേ, വെള്ളം വാലാൻ വെച്ചിരുന്നു, അത് ഇട്ടിട്ട് ഒന്ന് നന്നായി മിക്സ് ചെയ്യുക. പതുക്കെ ഇളക്കി കൊടുക്കണം. അപ്പോൾ റൈസ് വേവിക്കുമ്പോൾ നമ്മൾ ഒരു ഇത്തിരി നല്ലോണം വെന്ത് ഉടയണ വരെ വേവിക്കരുത്. ഒരു 90% വേവിച്ചാൽ മതിയാവും കേട്ടോ. ഇപ്പോൾ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. ഇതെല്ലാം ഒന്ന് മിക്സായി. ഇപ്പോൾ രണ്ടും വെന്ത് കഴിഞ്ഞതാണല്ലോ. പിന്നെ നമുക്കൊന്ന് ദമ്മിൽ വെക്കേ വേണ്ടു. കുറച്ച് മല്ലിയിലയും കൂടെ വിതറിയിട്ട് പിന്നെ ചെറിയ അടുപ്പിൽ ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഒരു 7 മിനിറ്റ് വെച്ചാൽ മതിയാവും. 10 മിനിറ്റിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതിയാവും കേട്ടോ. ഇത് കാരണം വെന്ത് കഴിഞ്ഞ സാധനമാണല്ലോ. അപ്പോൾ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയെന്ന് നോക്കി. കുട്ടികൾക്ക് സ്കൂളിലേക്കോ കോളേജിലേക്കോ അതുപോലെ ഓഫീസിലേക്കോ ഒക്കെ ലഞ്ച് ബോക്സിലാക്കി കൊടുക്കാൻ പറ്റിയൊരു റൈസാണ്. ആ ഒരു ബിരിയാണീൻ്റെ ടേസ്റ്റ് ഉണ്ടെങ്കിലും നമ്മൾ വെജിറ്റേറിയൻസിന് കഴിക്കാൻ പറ്റിയ ഒരു ബിരിയാണിയാണ്. വെറൈറ്റി ടേസ്റ്റാണ് കേട്ടോ. റൈസൊന്നും ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, ഒന്നിനൊന്ന് വേറിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി മഷ്റൂമൊക്കെ വാങ്ങിക്കുമ്പോൾ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ലഞ്ച് ഇന്ന് ഇതായിരുന്നു. വേറെ ഒന്നും ഫ്രൈ ഒന്നും ചെയ്തിട്ടില്ല. ഈ ബിരിയാണിയും പിന്നെ തൈര് സാലഡും മാത്രമാണ് കേട്ടോ. അപ്പോൾ 12 മണി ആയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിക്കുള്ള കറിയും കൂടെ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. സമയമുണ്ട്. പിന്നെ കുറച്ച് ചിക്കനും ഉണ്ടായിരുന്നു. അപ്പോൾ വേവിച്ച് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് രാത്രി അത് ചപ്പാത്തിക്ക് എടുക്കാമല്ലോ. അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ഞാൻ കാണിക്കുന്നത്. പിന്നെ ഒരു 1/2 കിലോ ഉണ്ടാവും ഏകദേശം ചിക്കൻ. അതിലേക്ക് ഞാൻ 1 സവാള, വലിയ സവാള കേട്ടോ, പിന്നെ 2 തക്കാളി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും, പിന്നെ കറിവേപ്പില ഇട്ടു.
അതേപോലെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1-1.5 സ്പൂൺ മുളക് പൊടി, എരിവിന് ആവശ്യമുള്ളത്. പിന്നെ 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇടുക. പിന്നെ ഉപ്പ് ആവശ്യത്തിനിട്ടിട്ട് അത് മുങ്ങി കിടക്കണ പോലെ വെള്ളം ഒഴിക്കുക. എന്നിട്ട് നമുക്കത് അടുപ്പിൽ വെക്കാം. അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി വേറെ ഉണ്ടാവുമെന്ന് അറിയില്ല. നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് ഒരു 3-4 വിസിലാകുമ്പോൾ ഓഫാക്കി ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് നിന്ന് വിട്ടു പോകാത്ത 2 ആൾക്കാരാണിത്. ഞാൻ കിച്ചണിൽ വന്ന അപ്പം വരും. അപ്പോൾ ഇതിപ്പോൾ രാത്രിയായി കേട്ടോ. നമ്മളപ്പോൾ ഉച്ചയ്ക്ക് ഒരു ചിക്കൻ വേവിച്ചവിടെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിനെ കറി മുഴുവനാക്കണം. അപ്പോൾ ഞാൻ പുറത്തത്തെ വ്യൂ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ചെറുതായിട്ടൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. മഴ ഇങ്ങനെ ചാറി മുറ്റമൊക്കെ നനഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീണ്ടും അടുക്കളയ്ക്ക് വന്നിരിക്കുകയാണ്. നമ്മൾ ആ ഉച്ചക്ക് കുക്കറിൽ വേവിച്ച് വെച്ചിരുന്നില്ല, അത് ഞാൻ ഇപ്പോഴാണ് തുറക്കണം കേട്ടോ. ഇനി അതൊന്ന് ചൂടാക്കാൻ വെക്കാം. ഒന്ന് ചൂടായ ശേഷം നമുക്കതിലേക്ക് തേങ്ങ കൂട്ടാം. അപ്പോൾ കുക്കർ തുറക്കണ ആ മണം തുറന്നപ്പോൾ ആ ചിക്കൻ്റെ മണം കൊണ്ട് 2 ആൾക്കാർ ഇവിടെ വന്നിരിക്കുന്നുണ്ട് ജനൽമേ കേട്ടോ. അപ്പോൾ ഇന്ന് സ്ഥിരം ഇതന്നെ പരിപാടി. കിച്ചണിൽ ലൈറ്റ് ഇട്ടാൽ അപ്പോൾ രാത്രി ഓടിയെത്തും. അപ്പോൾ നമുക്കിതിലേക്ക് അരക്കാനുള്ള തേങ്ങയും അതിലേക്ക് കുറച്ച് ഞാൻ അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് ആട്ടോ, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായി സ്മൂത്തായിട്ട് അരച്ചെടുക്കുക. ഇപ്പോൾ ചിക്കൻ കറി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ തേങ്ങ അരച്ചതും ചേർത്തിട്ട് ഇളക്കുക. നന്നായി ഒന്ന് തിളപ്പിക്കണം കേട്ടോ. കുറച്ച് സമയം ഒന്ന് തിളച്ചോട്ടെ. അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തതല്ലേ. ആ സമയത്ത് തന്നെ ഞാൻ മറ്റേ അടുപ്പിൽ ഉള്ളി താളിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഉലുവയും ചെറിയ ഉള്ളി ആണ് തളിക്കാനിട്ട്. കറിവേപ്പിലില്ല, പുറത്ത് പോയി പൊട്ടിക്കാനുള്ള പേടി കൊണ്ട് അത് ഞാൻ ഇട്ടിട്ടില്ല. കുറച്ച് മല്ലിയിലേൻ്റെ 2-3 പീസ് ഉണ്ടായിരുന്നു, അതാണ് ഇട്ടത് കേട്ടോ. അപ്പോൾ നമ്മുടെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കറി. ഗരം മസാല ഒന്നും ഇട്ടിട്ടില്ല, എന്നാലും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇന്ന് കാണിച്ച 2 റെസിപ്പിയും മഷ്റൂം ബിരിയാണിയും അതേപോലെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ചിക്കൻ കറിയൊക്കെ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.